You are Calicut Dalit Muslim. I'm from Malappuram. Okay, Malappuram Dalit Muslim. And you are part of SIO. From Dalit perspective, how do you see SIO and MSF? Malappuram. MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അതിൻ്റെ ലീഡേഴ്സ് അതിൻ്റെ ഐഡിയോളജി നിലനിൽക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് സമുദായം എന്നുള്ളൊരു കൺസെപ്റ്റ്. സമുദായം എന്ന് പറയുമ്പോൾ ആ സമുദായത്തിനുള്ളിലുള്ള വേരിയേഷൻസുകളെ അതിലുള്ള വ്യത്യാസങ്ങളെ ശരിക്കും MSF കാണാൻ ശ്രമിക്കാറുണ്ട്. SIO എന്ന് പറയുന്ന ഒരു സംഘടന ഐഡിയോളജിക്കലി അത് ഇസ്ലാം എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കുറച്ചും കൂടി സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ജസ്റ്റിസ്, മുസ്ലിം എന്ന നിലയിലുള്ള ഒരു സോഷ്യൽ ജസ്റ്റിസിനെ നമുക്ക് എത്തിപ്പെടാൻ നമുക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ SIOനെ ചൂസ് ചെയ്യുന്നത്, ജമാഅത്ത് ഇസ്ലാമിനെ ചൂസ് ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമി is also high class Muslim and lower class Muslim. MSF എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടനയാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സാധാരണ അതായത് ജാതീയമായ സംഗതിയെ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് SIO ആണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂവിനെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും 1921 മലബാർ റിബല്യൻസിനെ റീഡ് ചെയ്യുന്നതൊക്കെ SIO ആണ്. SIOയുടെ ഉള്ളിലാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത്തരത്തിലുള്ള ബാബരി മസ്ജിദ് ഡിമോളിഷ്, ബാബരി മസ്ജിദ് ഇഷ്യൂ എന്ന് പറയുന്നതിനെ അഡ്രസ് ചെയ്യാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞില്ല. മുസ്ലിം ലീഗിന് കഴിയാത്തിടത്തോളം എന്നുള്ള വിഷയം എന്ന് വെച്ചാൽ ഒരു കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയത്തെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കില്ല. ജമാഅത്ത് ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ചില സമയങ്ങളിൽ അതിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. സിമി പാർട്ട് ഓഫ് ജമാഅത്ത് ഇസ്ലാമി. ഒരു പ്രത്യേക ഘട്ടത്തിൽ സിമിയും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് അവർ പോകും. സിമിയിൽ അന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂകളാണ് ഇന്ന് പുതിയ രീതിയിൽ പുതിയ ഐഡിയോളജി പുതിയ ലെവലിൽ നിന്നുകൊണ്ട് SIOയിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ നല്ല വശങ്ങൾ ദലിത് മുസ്ലിം എന്നുള്ള ക്വസ്റ്റ്യൻസിനെ പസ്മന്ത കാലിസ്ഥാനി സെൻസായി ഉന്നയിച്ച പസ്മന്ത ക്വസ്റ്റ്യൻസുകളെ കേരളത്തിൽ നിന്നുകൊണ്ട് പിന്നെ SIO സംഘടനക്കുള്ളിൽ അത് ഉന്നയിക്കാൻ പറ്റുമെന്നും അത് അത്തരത്തിലുള്ള ഒരു മലബാറിൽ 1 ലക്ഷം പുലയന്മാർ കൺവേർട്ട് ചെയ്യപ്പെട്ടത് അങ്ങനെ ഒരു ദലിത് ഐഡന്റിറ്റി ഇവിടെ മുസ്ലിങ്ങൾക്കുണ്ടെന്നും ആ ദലിത് ഐഡന്റിറ്റി ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പസ്മന്ത മൂവ്മെന്റ്സ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ദലിത്സിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ദലിത് മുസ്ലിംസിനും കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആവശ്യം എന്ന് പറയുന്ന കൃത്യമായ രീതിയിലുള്ളൊരു പൊളിറ്റിക്സ് കൃത്യമായിട്ട് ഉന്നയിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക്കുള്ള ജനാധിപത്യപരമായിട്ട് നിലനിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു സംഘടന അത് നിലനിർത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതീക്ഷയും കൂടിയാണ് നമ്മളൊക്കെ SIOയുടെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Okay, they tell me that in CPM, CPI activists and SFI also, there is 1%, even there is not 1% of intercaste marriage within this SFI and CPM party members also. So that if that is true, if you know little more, you can explain on that. Also, adding to that, how SIO members, that is Dalit, more than SIO as a Dalit Muslim, how is the possibility of intermarriage between Dalit Muslim and upper caste Muslim here? ഞാനൊരു ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയാണ്. ഗവൺമെന്റ് ലോ കോളേജ് പോയപ്പോൾ ഒരുപാട് SC/ST സ്റ്റുഡൻസ്, ഞാനൊരു SC വർക്കറാണ്, SC/ST സ്റ്റുഡൻസിന് SFIന്റെ ഭാഗമായിട്ട് SC/ST സ്റ്റുഡൻസിനായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ SC/ST സ്റ്റുഡൻസിനെ കുറിച്ചുള്ള പിന്നെ SFIയിലുള്ള അപ്പർ കാസ്റ്റായ പെൺകുട്ടികളുടെ അനിമ
തുടങ്ങിയ ഒരുപാട് പെൺകുട്ടികൾ. അവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവർ ഇമോഷണലാണ്, അവർ വൈകാരികമാണ്. അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ പറയുന്ന ഇന്റർകാസ്റ്റ് മാരേജ് അത് ഒരിക്കലും ഈ അപ്പർ കാസ്റ്റ് വുമൻസിന് ഒരിക്കലും അവർ അഗ്രി ചെയ്യാത്ത സംഗതിയാണ്. അവർ പറയാനുള്ള ഒരു കാരണം അതാണ്, അവർ ഭയങ്കര ഇമോഷണലാണ്, ഇത്തരത്തിലുള്ള സംഗതികളോട് അവർക്ക് ഇടപെടാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് SFI എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ നിലനിൽക്കുന്നത് SC/ST എന്ന് പറയുന്ന സ്റ്റുഡൻസിന്റെ ഇമോഷണലായിട്ടുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ ചേഞ്ചുകൾക്കുള്ളൊരു ആവശ്യത്തിന്റെ പുറത്താണ് SFI നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളായാലും ഇത്തരത്തിലുള്ള കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന SFIയുടെ അധിക സമരങ്ങളും ഇത്തരത്തിലുള്ള വൈകാരികമായിട്ട് SFI കൊണ്ടാടുന്നത്. അത് SC/ST സ്റ്റുഡൻസിന്റെ ആവശ്യമാണ്. ഒരിക്കലും SC/ST സ്റ്റുഡൻസിന്റെ ആവശ്യങ്ങൾ ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ ഉന്നയിക്കാൻ ഇതൊരു സംഘടന കഴിഞ്ഞില്ല. അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന എന്ന് പറഞ്ഞാൽ SIU ആണ്. ഞങ്ങളെ ലോ കോളേജിൽ തന്നെ അയ്യങ്കാളി അനുസ്മരണം കൊണ്ടാടപ്പെടുന്നുണ്ട്. അയ്യങ്കാളി അനുസ്മരണം ഞങ്ങൾ വെക്കാനുള്ളൊരു ഉദ്ദേശം ഇത്തരത്തിലുള്ള SFIയുടെ ഉള്ളിലുള്ള ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് SC/ST സ്റ്റുഡൻസിന്റെ ുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഈ ഇത് വെക്കുന്നത്. അങ്ങനെ ഒരുപാട് ആരും എന്ന് പറയുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി മുമ്പിൽ വരികയും ഇതൊരു പ്രാക്ടീസ് സെഷനായി മാറുകയും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു അപ്പർ കാസ്റ്റ് ഒരു മുസ്ലിമും ലോവർ കാസ്റ്റ് മുസ്ലിമും തമ്മിലുള്ള ഒരു കല്യാണം, ഇത്തരത്തിലുള്ള ഈ പ്രശ്നം ഇതിലൂടെ പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത് പോസിബിൾ ആവാനുള്ളൊരു സാധ്യത. ഇപ്പോൾ in Kerala there is caste, people say, among Muslims and everywhere there is caste, and so that could you explain about these colonies and other things? And you also did a documentary on one region. You can just explain about your documentary on why that you chose that region, and you also hang out with the camera to take videos. So why is that? And exclusively on Dalit areas. So that why is that? And how was this colonies here in Reka Raj research? ഡോക്യുമെന്ററി എന്നുള്ള ഒരുപാട് സിനിമകൾ കാണും. സിനിമ ക്രിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഇവിടെ SIOന്റെ ഭാഗമായി തുടങ്ങിയതിന്റെ ഇട്ടും SIOന്റെ ഉള്ളിൽ തന്നെയുള്ള പുതിയ തരത്തിലുള്ള ചിന്തിക്കുന്ന ചെറുപ്പക്കാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ ഇത്തരത്തിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയിലുള്ള ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് ഭാഗമായിട്ടാണ് ഞങ്ങൾ മട്ടാഞ്ചേരി എന്ന് പറയുന്ന ഡോക്യുമെന്ററി SIO സംവേദനവേദിയാണ് അത് എടുക്കാനുള്ള ഫണ്ട് എടുക്കുന്നത്. ഇപ്പൊ SIO സംവേദനവേദി അത് ഉന്നയിക്കാനുള്ള സംഗതി ഇത്തരത്തിലുള്ള റീജിയണായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള നിലനിൽക്കുന്ന പിന്നെ മലയാള സിനിമ ഒരു പ്രദേശത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ആ പ്രദേശത്തെ അങ്ങനെ നോക്കിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ലോവർ കാസ്റ്റ് പീപ്പിൾ ആണെന്നുള്ള ഒരു സംഗതിയുടെ പുറത്താണ് SIO ഇത്തരത്തിലൊരു ഡോക്യുമെന്ററി എടുക്കാനുള്ള കാരണം. SIO ഡോക്യുമെന്ററി ഞാൻ രേഖാരാജ് എന്നെ കണ്ടു. രേഖാരാജ് കൊച്ചിയിലുള്ള സിറ്റികളിലുള്ള കോളനികളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് കോളനികളിലുള്ള മുസ്ലിങ്ങളും അപ്പർ കാസ്റ്റ് മുസ്ലിങ്ങളും തമ്മിലുള്ള ഡിഫറൻറ്റ്. ലോവർ കാസ്റ്റ് മുസ്ലിംസ് എന്ന് പറയുന്നത് they are very open, they are very openly അവർ വളരെ തുറസായ രീതിയിലുള്ള ആളുകളായി സംസാരിക്കുന്നു. അവർ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു. പിന്നെ അവർ പർദ്ദയിട്ടുകൊണ്ട് തന്നെ അവർ പൊതുസമ്മതി ഇജാബായിരിക്കുന്നു, പർദ്ദയിട്ടുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുടെ വ്യക്തികളുണ്ട്. ഒപ്പം തന്നെ അവർ പിന്നെ ലോവർ കാസ്റ്റ് SC/ST ദലിത് സ്റ്റുഡൻസും ദലിത് ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യപ്പെടുന്നു. നമ്മൾ വിചാരിക്കാത്തതിൽ കൂടുതൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ ഇവർക്ക് ഇമോഷൻ എക്സ്പീരിയൻസിൽ ഇവർക്ക് അറിയാമെന്നും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ആളുകളുടെ പ്രശ്നങ്ങൾ ഇത്ര മട്ടാഞ്ചേരി യഥാർത്ഥത്തിൽ ഒരു ഗുണ്ട എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പൊ ജെയിംസിന്റെ ലത്തീൻ കത്തോലിക്സിനെ ആണെങ്കിൽ കാണിക്കുന്നത്. ലത്തീൻ കത്തോലിക്സിന്റെ ഭാഗം അതിലുള്ള കുറച്ച് ഭാഗം വെച്ചാൽ അത് ഞാനൊരു മുസ്ലിം ലെവലിൽ നിന്നുകൊണ്ടാണ് അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അത്ര ഭാഗങ്ങൾ വന്നിട്ടില്ല. മുസ്ലിം എന്നുള്ള ഗുണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ വളരെ രസകരമായ സംഗതി എന്ന് വെച്ചാൽ അൻവർ സിനിമയിൽ ബാബു സേട്ട് ശരിക്ക് പിന്നെ അബ്ദുൽ നാസർ മാദിന്റെ ഒരു റിയൽ പൊളിറ്റിക്സ് നമുക്ക് വേണമെങ്കിൽ ഒരു അബ്ദുൽ നാസർ മാദിന്റെ ഒരു അതേ ലെവലിലാണ് ബാബു സേട്ടിനെ ഇവിടെ നിർമ്മിച്ചെടുത്തത്. ഇത്തരത്തിലുള്ള ഒരു
നിലനിൽക്കുന്ന രാഷ്ട്രീയത്തെ പിന്നെ തകർക്കാനുള്ള, മുസ്ലിങ്ങൾ പുതിയ രാഷ്ട്രീയത്തെ തകർക്കാനുള്ള രീതിയിൽ പലതരത്തിലുള്ള, ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ ചില പുസ്തകങ്ങൾ കാണിച്ചിട്ട് വരെ പിന്നെ തീവ്രവാദത്തിലൂടെയാണ് ഉണ്ടാവുന്നതിൽ പലതരത്തിലുള്ള, മൗദൂദിയുടെ പുസ്തകങ്ങൾ കാണിക്കുക, ടെററിസവുമായി ബന്ധപ്പെട്ടുള്ള സിനിമകൾ വരിക, എന്നിട്ട് അത് കോളനികളിലുള്ള ആളുകളെ അതിലേക്ക് ലോവർ കാസ്റ്റ് ആളുകളെ ടെററിസവുമായി ലിങ്ക് ചെയ്യിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ SIO സംവേദനവേദിയാണ് അത് കൃത്യമായ രീതിയിലുള്ള കേരളത്തിൽ ഡോക്യുമെന്ററി ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഡോക്യുമെന്ററിയോട് ഉന്നയിച്ചത്.